മരണം കൊണ്ടെന്റെ വന്നരകം നീയകറ്റി നിൻ മഹത്വം തേടി എൻ കാലം കഴിപ്പാൻ കൃപ നൽകണമേ. എൻ കാലം കഴിപ്പാൻ കൃപ നൽകണമേ. എൻ കാലം കഴിപ്പാൻ കൃപ നൽകണമേ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 19-ാം സങ്കീർത്തനം 10-ാം വാക്യം. അവ പൊന്നിലും വളരെ തങ്കത്തിലും ആഗ്രഹിക്കത്തക്കവ, തേനിലും തേൻകട്ടയിലും മധുരമുള്ളവ. ദൈവവചനം പൊന്നും തങ്കവും പോലെ വിലയുള്ളതും വിലയേറിയതുമാണ്. പൊന്നുമൂലം എത്ര ജീവിതങ്ങളാണ് അപകടത്തിലായിട്ടുള്ളത്, എത്ര കലഹങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ സാക്ഷാൽ പൊന്നാകുന്ന വചനം കണ്ടെത്തിയാൽ ജീവിതത്തിൽ എത്രയോ ധന്യമാണ്. പൊന്ന് ശുദ്ധീകരിക്കുമ്പോൾ തനി തങ്കമായി മാറ്റപ്പെടുന്നു. ഒരു ദൈവവേദന്റെ ജീവിതം വചന അധിഷ്ഠിതമായി തീരുമ്പോൾ, വചന വായനയിലൂടെ ജീവിതത്തിലെ കുറവുകളെ കണ്ടെത്തി ശുദ്ധീകരിക്കപ്പെടുമ്പോൾ നമ്മുടെ ആത്മീയ ജീവിതം തനി തങ്കമായി വിലയേറിയ ജീവിതമായി രൂപപ്പെടുന്നു. വചനം തേനിലും തേൻകട്ടയിലും മാധുര്യം നൽകുന്നതാണ്. തേൻ സന്തോഷത്തെയും മാധുര്യത്തെയും തൃപ്തിയെയും കാണിക്കുന്നു. ഞാൻ നിന്റെ വചനത്തെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു, അതെൻ്റെ ഹൃദയത്തിൻ്റെ ആനന്ദമാകുന്നു എന്നാണ് യിരെമ്യാ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത്. പ്രിയ സ്നേഹിതരെ, തേനിനേക്കാളും തേൻകട്ടയേക്കാളും മാധുര്യം നൽകുന്നതും പൊന്നിനെയും തങ്കത്തേക്കാളും വിലയുള്ളതുമായ ദൈവവചനത്തെ നമുക്ക് സ്നേഹിക്കാം, വചനത്തിൽ ജീവിക്കാം, വചനത്തിലൂടെ നമ്മെ തന്നെ ശുദ്ധീകരിക്കാം. പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ വചനത്തിലൂടെ എന്നെ തന്നെ ശുദ്ധീകരിക്കുവാനുള്ള കൃപ എനിക്ക് നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.